ഹായ് കുട്ടികളെ, നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ പഠിക്കാമല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിച്ച് അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ പഠിച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ല കുട്ടികളായിട്ടിരുന്ന് പഠിച്ച് ഫുള്ള് മാർക്ക് വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതിലെത്തിയിട്ടുണ്ടാവും അല്ലേ. നമുക്കെന്നാൽ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറഞ്ഞിട്ട് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് വന്നിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നായിരിക്കും നിങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതിനെപ്പറ്റി? നമ്മൾ അതിനെപ്പറ്റി കേട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ ഡാറ്റാസ് ഉണ്ടാകും അല്ലേ. കുറേ ഡാറ്റാസ് ഒക്കെ തന്നിട്ട് അത് നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഫോർകാസ്റ്റിംഗ് പോലെ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആണല്ലോ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായിരിക്കും കുറേ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബാർ ഡയഗ്രാംസ് ഒക്കെ ആയിരിക്കും വരച്ച് അവർ കാണിച്ചു തരിക അല്ലേ. ഇങ്ങനെ തന്നിട്ട് കുറേ കട്ട പോലെയൊക്കെ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഓരോ ഇയറിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ 2020, 21, 22 അങ്ങനെ ഇയർ വെച്ചിട്ട് അതനുസരിച്ച് ഇവിടെ എന്ത് തന്നിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെ. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പം കുറേ കാറിൻ്റെ ഒരു ഷോറൂമിൽ അവർ ഓരോ വർഷവും വിറ്റുപോയ കാറിൻ്റെ ഒക്കെ ഇതനുസരിച്ചോ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയതോ ഗുഡ്സ് സർവീസൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഗ്രാഫ് വെച്ചിട്ടൊക്കെയാണ് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചു തുടങ്ങുക അല്ലേ. ഇനി അതൊക്കെ വിട്ടിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോണ എന്തായിരുന്നു, കുറച്ച് ഡേറ്റാസ് വെച്ച് നിങ്ങൾ പഠിച്ചല്ലേ 10ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക്. കുറച്ച് ഡേറ്റാസ് വെച്ചിട്ട് മീന്, മീഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചല്ലേ. മീന്, മീഡിയൻ ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തായിരുന്നു, ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. മീന്, മീഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മീൻ എന്താണ്, മീഡിയൻ എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ എന്നും അതുപോലെ മീഡിയനെ എം എന്ന് ഡിനോട്ട് ചെയ്യുമെന്നും പഠിച്ചു അല്ലേ. ഇത് കൂടാതെ എന്തുകൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡെന്നും പറഞ്ഞിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മീൻ, മീഡിയൻ, മോഡ്, ഇത് 3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ പഠിച്ചിട്ടുള്ള മീനും മീഡിയനും ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡീവിയേഷൻസ് ഒക്കെ വരുന്നതൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൽ മീനുണ്ട്, മീഡിയനുണ്ട്, മോഡുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് എന്നാലും ആ വാല്യൂസ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പം നമ്മൾ ആദ്യം നമുക്ക് പറയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് അല്ലേ. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ട് വേണമല്ലോ ഇതൊക്കെ ഒന്ന് പറയാൻ. സോ ഫസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് തന്നെയാണല്ലേ. എവിടെയുള്ളത്, മാത്തമാറ്റിക്സ്. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട് ഓരോ സാധനം ഓരോന്നിൻ്റെയും ബ്രാഞ്ചാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങും. ഇവിടെ നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. അത് എന്തിനെ പറ്റിയാണ് ഡീല് ചെയ്യുന്നത്, ഡേറ്റാസ് ആണ് അല്ലേ. ആ ഡേറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി പ്രസൻറ്റേഷൻ നടത്തി ഓർഗനൈസേഷൻ കുറേ ഡേറ്റാസ് ഉണ്ടാകും. അതെന്ത് ചെയ്യും, നമുക്ക് കളക്റ്റീവായിട്ട് സാധനം നമ്മൾ എടുത്തു. അതെങ്ങനെയാണ്, ഒരു ദിവസത്തെ 2 ദിവസത്തെ ഒന്നും കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ കുറേ നാളത്തേക്കുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ എടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിനെ എന്നിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കും അല്ലേ. അറേഞ്ച് ചെയ്തൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തെടുക്കണം. അങ്ങനെ അനലൈസ് ചെയ്ത് അതനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ ചെയ്യുന്നത്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിൽ ഡീല് ചെയ്ത് വരുന്ന എന്തൊക്കെയാണ്, ഓരോ ഡാറ്റാസിൻ്റെ കളക്ഷനും കളക്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അല്ലേ. നമുക്ക് ചെറിയതായിട്ട് എന്നുവെച്ചാൽ വലിയ വലിയ കാര്യങ്ങളെ കുറച്ച് ചെറുതായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം അല്ലേ, കുറച്ച് എളുപ്പത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക നമ്മൾ, സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് നേരത്തെ പറഞ്ഞ ബാർ ഡയഗ്രാം ഒക്കെ. അതിലെന്താ നമ്മൾ ചെയ്യുക, കുറേ കാലത്തെ വർഷങ്ങളുടെയൊക്കെ സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ബാർ ഗ്രാഫായിട്ട് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചോദിക്കും ഈ ഒരു ഗ്രാഫിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ സംഭവം നടന്നിട്ടുള്ളത് എപ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിറ്റുപോയിട്ടുള്ളതാണെങ്കിൽ അത് എത്ര വിറ്റുപോയി, ഏറ്റവും കൂടുതൽ പോയ വർഷം ഏതാണ്, ഏറ്റവും കൂടുതൽ പോയ അളവ് എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ 1 വേർഡിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടാകും അല്ലേ. ഇവിടെ പക്ഷെ നമുക്ക് 1 വേർഡ് ആൻസറുകളൊന്നും അല്ല വരുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനാണുള്ളത്. അത് പ്രോബ്ലംസ് സ്റ്റെപ്പ് എഴുതി ചെയ്ത് തന്നെ ആൻസർ കിട്ടേണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി അതിൽ 3 ടൈപ്പാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് സീരീസ്, ആൻഡ് തേർഡ് വൺ ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ
എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻഡിവിജ്വലായിട്ട് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വാല്യൂസ് 5, 6, 8, 10, 12 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു എക്സും വൈയും വരുന്നുണ്ടല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഡാറ്റാസ് ജസ്റ്റ് വാല്യൂസ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം തന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മീന് മീഡിയൻ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് പറയുന്നത് അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് എന്നാകുമ്പോഴത്തേക്കും അവിടെ എന്ത് വരും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ XY ആക്സിസുകൾ വരും എന്ന് പറഞ്ഞതുപോലെ ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. അതിന് നമ്മൾ XI എന്നും FI എന്നും പറഞ്ഞിട്ട് അല്ലേ, XI ആൻഡ് FI. അതിൽ XI എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ വാല്യൂസ് 2, 4, 8, 10 എന്നൊക്കെ പറഞ്ഞിങ്ങനെ തന്നിട്ടുണ്ട്. അതിന് കുറച്ച് ഫ്രീക്വൻസി വാല്യൂസ് തന്നിട്ടുണ്ടാകും. എന്താ വെച്ചാൽ ഈ 2 വരുന്നത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ A വാങ്ങിച്ചിട്ടുള്ള അല്ലെ A+ വാങ്ങിച്ച കുട്ടികൾ എന്ന് പറയുന്നത് A+ വാങ്ങിച്ചവരുടെ എണ്ണം 2 ആണ്, 4 ആണ്, 8 ആണ്, 10 ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ട് അതിൽ എത്ര മാർക്ക് വരും എന്നുള്ളത് ഓക്കെ അങ്ങനെ നമുക്ക് ചിലപ്പോൾ തരാൻ പറ്റും. അപ്പം അങ്ങനെ XIയും FIയും 2 വാല്യൂസ് ഓക്കെ അതായിരിക്കും എന്തെന്ന് പറയുന്നത് നമുക്ക് അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ മാർക്ക് തന്നിട്ട് അത് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം എന്ന രീതിക്കായിരിക്കും എന്ത് XI FI എന്നുള്ളത് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് തന്നു, ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും അല്ലേ. അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് സീരീസ്. അവിടെയും എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മീൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെല്ലാം മീൻ ഡീവിയേഷൻസ് ആണ്. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താ, മീന് മീഡിയൻ മോഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മീനുമല്ല മീഡിയനുമല്ല മോഡുമല്ല, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള മീൻ ഡീവിയേഷൻ ആണ്. ഇതെല്ലാം ഓൾറെഡി പഠിച്ചത് അറിഞ്ഞിരിക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഇംപ്ലിമെൻറ്റേഷനാണ് വരുന്നത്. അതൊക്കെ നേരത്തെ പഠിച്ച് വന്നപ്പോൾ എന്തിനാണ്, വീണ്ടും ഇങ്ങനെ ഉപയോഗിച്ച് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്രൂപ്പ് ഡോട്ട് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് പറയുന്നത് എന്താ, ഗ്രൂപ്പ് ഡോട്ട് കണ്ടിന്യൂസ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ചിലതൊക്കെ തരുമ്പോൾ നമുക്ക് വാല്യൂസ് 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എക്സ് വാല്യൂസ് തരിക. XI ആവില്ല, എക്സ് വാല്യൂസ് തരിക. അതിന് പകരം എന്തുണ്ടാകും, ഇവിടെ ഒരു F വാല്യൂ ഉണ്ടാവും അല്ലേ. ഇപ്പം 10 to 20 ഇപ്പോൾ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം 10 to 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര ആയിരിക്കും, ഇപ്പോൾ ഒരു 4 കുട്ടികൾ അല്ലെ 20 to 20 വരുന്നത് 4 കുട്ടികളുണ്ട്. 22 ഇപ്പം കുറേ പേരുടെ ഏജ് പറയാം നമുക്കല്ലേ. ഏജ് പറയുമ്പോഴത്തേക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയ എടുത്തു. ആ ഒരു ഏരിയ വരുന്നിടത്ത് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 10-നും 20-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ 4 പേരുണ്ട്. 20-നും 30-നും ഇടയ്ക്ക് പേരുള്ളവർ ഒരു 3 പേരുണ്ടെന്നിരിക്കട്ടെ. 30-നും 40-നും ഇടയ്ക്ക് ഒരു 5 പേരും ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെയായിരിക്കും എന്ത് പറയുക, നമുക്കൊരു ഗ്രൂപ്പ് ഡോർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറഞ്ഞിട്ട് തരിക. അതെന്തായിരിക്കും, നമുക്ക് വാല്യൂസ് എത്രയൊക്കെയാണ് ഒരു അപ് ടു വാല്യൂസ് ആയിരിക്കും തരിക. എവിടെ, എക്സിൻ്റെ പ്ലേസിൽ. എഫിൻ്റെ പ്ലേസിൽ അതിൻ്റെ കറക്റ്റ് ഫ്രീക്വൻസി ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടാകും അല്ലേ. ഫ്രീക്വൻസി നമ്പേഴ്സിൽ അവിടെ തന്നിട്ടുണ്ടാകും. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡോർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും നേരത്തെ ഓൾമോസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ കണ്ട് പരിചയമുള്ളതല്ലേ. മീനും മീഡിയനും ഒക്കെ കണ്ട് ചെയ്ത് പഠിച്ചു വന്നപ്പോൾ ജസ്റ്റ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ മീനും മീഡിയനും എല്ലാം പഠിച്ചത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, മീൻ ഡീവിയേഷനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ ആണോ ഇത്രയും? ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇനി പറയാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ പറയാൻ പോവുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ഉണ്ടെന്ന്. അതിലെ ഫസ്റ്റ് ടൈപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഏതെങ്കിലും വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ ഡീവിയേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഇപ്പോൾ തരുവാണെങ്കിൽ തന്നെ മീൻ ഡീവിയേഷൻ എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് വാല്യൂസ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തായിരിക്കും, കുറച്ച് നമ്പേഴ്സ് ഇൻഡിവിജ്വൽ നമ്പേഴ്സ് തരാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രീക്വൻസി വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് തരാം. അതും അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി വാല്യൂസ് വെച്ചിട്ട് അല്ലെ ഗ്രൂപ്പ് ഡോർ ഫ്രീക്വൻസി വാല്യൂസ് അല്ലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി വാല്യൂസും തരാം. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ ഫോർ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, നമ്മൾ ആ ഫസ്റ്റ് കേസ് പറഞ്ഞത് തന്നെയാണ്.
ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളതല്ലേ പറഞ്ഞത്, 3 പറഞ്ഞതിൽ ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു, ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് മീൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. മീൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിൽ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സ് എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു 10, 12, 11, 15, 9 ഒരു 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു 5 നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് എഴുതും അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ, എക്സ് ബാർ മീനിൻ്റെ ഇക്വേഷൻ എഴുതും. മീനിൻ്റെ ഇക്വേഷൻ എഴുതി എന്ത് ചെയ്യും, സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഈ സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തന്ന ഈ എക്സ് വാല്യൂസിനെ എല്ലാം കൂടെ സം ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സമ്മേഷൻ എക്സ് ഐ. ഇനി ഡിവൈഡഡ് ബൈ എൻ. എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് ടേംസ്. ഇവിടെ എത്ര ഇത് തന്നിട്ടുണ്ടോ അല്ലേ, എത്ര നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എത്രയാണോ അത്രയും എണ്ണം, ആ എണ്ണം എത്രയാണെന്ന് മാത്രം എഴുതിയാൽ മതി. അത് കൂട്ടിയിട്ടുള്ള ഡയറക്റ്റ് എണ്ണി എഴുതുക. 1, 2, 3, 4, 5 അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന എൻ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, 10 + 12 + 11 + 15 + 9 ഡിവൈഡഡ് ബൈ എത്ര വരും, 5 അല്ലേ. നമ്മൾ പറഞ്ഞു എൻ എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ജസ്റ്റ് ഒന്ന് എണ്ണി എഴുതിയാൽ മതി അല്ലേ. 1, 2, 3, 4, 5 അത് നമ്മൾ എണ്ണി എടുത്തിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അത്ര മാത്രമല്ലേ ഉള്ളൂ, അതാണ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുക, ഇത് പ്ലസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും, 7, 1, 2, 3, 4, 5 57/5 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും, 57/5 എന്ന് കിട്ടും അല്ലേ. 10, 17 7 വരും, 1, 2, 3, 5 57/5 എന്ന് തന്നെ ആയിരിക്കും വരിക. ഇതായിരിക്കും എന്ത് കിട്ടുക, നമുക്ക് കിട്ടിയ എക്സ് ബാർ. ഓക്കെ, ഇനി വേണം അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം. ഇവിടെ മാറ്റം വരുത്തിയിട്ട് ഇതിനെ 14 ആക്കാം. ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും, 11 എന്നുള്ളത് 14 ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ 60 ആക്കാമല്ലോ. ഇത് 60/5 എന്ന് കിട്ടും അല്ലേ. 9 5 4 9 2 11 9 0. ഓക്കെ, അപ്പോൾ എത്ര വരും, 60/5 എന്ന് കിട്ടും. 60/5ൻ്റെ ആൻസർ എത്ര വരും, 12 കിട്ടും. നമുക്കൊരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വാല്യൂ ഞാൻ മാറ്റി കൊടുത്തത്. നിങ്ങളുടെ ക്വസ്റ്റ്യനൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ തരുന്നൊന്നും മാറ്റരുത്. അത് നമുക്ക് വാല്യൂ കുറച്ച് സിമ്പിൾ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആൻസർ വരുമ്പം ആ 57/5 എന്നൊക്കെ വരുന്നത് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി മാത്രം വാല്യൂ മാറ്റിയതാണ്. 60/5 എന്ന് വെച്ചാൽ 12 കിട്ടും. അപ്പം നമുക്ക് എക്സ് ബാർ കിട്ടി അല്ലേ, മീൻ കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താ, നമുക്ക് മെയിൻ സാധനം. ഈ മീൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ച സാധനം, അത് ചെയ്യാൻ പറ്റും. അത്രയും നിങ്ങൾ ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ, പക്ഷേ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനാണ് വേണ്ടത്. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് അല്ലേ. ഇത്രയും പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ കൂടെ എന്തുകൂടെ പഠിക്കണം, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പുതിയൊരു ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. ആ ഇക്വേഷൻ എന്താണ്, നമ്മളത് എഴുതുമ്പം മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നാണ്. ആ മീൻ ഡീവിയേഷൻ എന്നുള്ളതിനെ m.d എന്ന് എഴുതി. മീൻ ഡീവിയേഷൻ എന്നാണ് m.d എഴുതിയേക്കുന്നത്. എബൌട്ട് മീനിൻ്റെ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. സോ md എക്സ് ബാർ. ഇത്ര ആയിരിക്കും എന്താ എഴുതേണ്ടത്, ഇക്വേഷൻ എഴുതി വരുമ്പം ഷോർട്ട് നമ്മൾ എഴുതുക. ഈക്വൽസ്, അതിൻ്റെ ആൻസർ എന്ത് വരും, xi മൈനസ് എക്സ് ബാർ ഇതിൻ്റെ മോഡ് എടുക്കുക ഡിവൈഡഡ് ബൈ n. മോഡ് എടുക്കുന്നത് എന്തിനായിരിക്കും, എല്ലാം ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ ഉണ്ട് അല്ലേ. ആ ആൻസർ പ്ലസ് എന്നുള്ള വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്, മോഡ് എടുക്കുമ്പോഴാണ് അല്ലേ. മോഡ് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് മൈനസ് വാല്യൂസ് ആണെങ്കിലും അതെന്താകും, പ്ലസ് ആകും. പ്ലസ് ഓൾറെഡി പ്ലസ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, xi മൈനസ് എക്സ് ബാർ ബൈ n എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് ബാർ കിട്ടി, എക്സ് അറിയാം അല്ലെ, xi ഓരോ വാല്യൂസ് അറിയാം അല്ലെ, x1 x2 x3 x4 x5 വരെ വാല്യൂസ് അറിയാം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക, ഇനി ഇത് ഓരോന്നും കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ xi മൈനസ് എക്സ് ബാർ എന്നുള്ളത് ഓരോന്നിലും എന്ത് ചെയ്യണം, 10 - 12 ചെയ്യണം. 12 - 12 11 - 12 15 - 12 9 - 12 ഇതെല്ലാം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു ബോക്സ് വരയ്ക്കുക. xi
എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ മോഡ്. ഇങ്ങനെ 3 ടേബിളായിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഈ 3 ടേബിളായിട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ വാല്യൂസ് എക്സിന് വരെ എന്ത് എഴുതാം? 10, 12, 11, 15, 9 അല്ലേ? ഇതാണ് നമ്മുടെ വാല്യൂസ് വരുന്നത് ആണല്ലോ. ഇനി എക്സ് ഐ മൈനസ് എക്സ് ബാർ അതെന്ത് വരും? 10 ഉണ്ടല്ലോ, എക്സ് ഐക്ക് ബാർ 10 ഉണ്ട്, മൈനസ് എക്സ് ബാർ 12 ആണ്. ആൻസർ എന്ത് വരും? -2. അതുപോലെ ഇത് ചെയ്യുമ്പോൾ 0 വരും. 11 മൈനസ് 12 -1 വരും. 15 മൈനസ് 12 എന്ത് വരും? 3 വരും. 9 മൈനസ് 12 എന്ത് വരും? -3 വരും. ഇതിൻ്റെ എല്ലാം മോഡ് എടുക്കുമ്പോൾ എന്ത് വരും? ഈ മൈനസ് വാല്യൂസ് പോയി പ്ലസ് വാല്യൂസ് ആയിട്ട് വരും അല്ലേ? വരുമല്ലോ. ഇവിടെ നമുക്ക് വേണ്ട എന്താ? സമേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. സോ നമ്മൾ അതെന്ത് ചെയ്യും? സമേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോഴാണ് അല്ലേ? ഈ കിട്ടിയ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക? സം ചെയ്യുക. സം ചെയ്യുമ്പോൾ എന്ത് വരും? 3 3 6, 6 3 9 എന്ന് കിട്ടും. 9 ആയിരിക്കും നമുക്കവിടെ കിട്ടുന്ന വാല്യൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ എം ഡി ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ സമേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ അതിൻ്റെ മോഡ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അതിപ്പോൾ നമുക്ക് കിട്ടി 9 എന്ന്. എൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 5 ആണ് അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? 9/5 എന്ന്. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇതിനെ ഒന്ന് ചെറുതാക്കി ആൻസർ കണ്ടുപിടിച്ച് എഴുതാം. പോയിന്റ് വാല്യൂസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പോയിന്റ് വാല്യൂസ് കിട്ടുന്നതിൽ പ്രോബ്ലം ഇല്ല. സോ എന്ത് ചെയ്യുക? ഈ 9/5 എന്നുള്ളത് നിങ്ങൾക്ക് അതിനെ ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റും. അത് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ ആണോ ഇത്? മീൻ ഡീവിയേഷൻ എബൌട്ട് ഏതാണ്? എബൌട്ട് മീൻ കിട്ടി അല്ലേ? ആദ്യം മീൻ കണ്ടുപിടിച്ചു, ആ മീൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഒരു ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് പഠിച്ചു വെക്കുക. അതിലേക്ക് ആ കിട്ടിയ മീൻ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ബോക്സ് വരച്ചിട്ട് സമേഷൻ ആ വാല്യൂ കണ്ടുപിടിച്ചു, ഡയറക്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി. ഇത്രയും ചെറിയൊരു പ്രോബ്ലം വരുന്നുള്ളൂ. ഈ ഒരു ഇക്വേഷനും കൂടെ കൂടുതൽ പഠിച്ചാൽ മതി. ഇത് ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് പഠിക്കാത്ത കുട്ടികളാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പം തന്നെ പഠിക്കുക. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം പ്ലസ് ചെയ്യുക, ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും എന്നുള്ളത് ഇപ്പം തന്നെ പഠിക്കുക. മീൻ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു? ഇതുപോലെ ബോക്സ് വരച്ചിട്ട് അത് മൈനസ് ചെയ്ത് അതിൻ്റെ മോഡ് എടുത്ത് കിട്ടിയിരുന്ന സം എന്ത് ചെയ്യുക? എടുത്ത് ഈ ഇക്വേഷൻ എഴുതി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. അതായിരിക്കും എന്ത്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് കിട്ടുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് പറയുന്നത് അതിൻ്റെ തന്നെ ബാക്കി നമ്മൾ മീൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു. ഇനി അടുത്ത കേസ് പറയാൻ പോകുന്നത് മീഡിയൻ ആണ്. നമ്മൾ മീഡിയൻ പഠിച്ചിട്ടുണ്ടല്ലേ? മീഡിയൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് അതിൻ്റെ സെൻട്രൽ വാല്യൂ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മൾ മീഡിയൻ പഠിച്ചിട്ടുള്ളത് അല്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പം നിങ്ങൾ എളുപ്പത്തിന് ഓർത്ത് വെച്ചിട്ടുണ്ടാവുക അതിൻ്റെ നടുവിലുള്ള വാല്യൂ അല്ലേ? ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അതിൻ്റെ നടുവിലുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നടുവിലത്തെ 2 വാല്യൂസ് തമ്മിൽ പ്ലസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു അല്ലേ? നടുവിലെ 2 നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുക എന്നുള്ളതും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് പഠിച്ച കാര്യങ്ങൾ. അത് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. മീഡിയൻ ആദ്യം നമുക്ക് എന്ത് വേണം? അപ്പം എബൌട്ട് മീഡിയൻ കാണണം എന്നുണ്ടെങ്കിൽ മീഡിയൻ അറിഞ്ഞിരിക്കണം. സോ മീഡിയൻ എങ്ങനെ കിട്ടും? ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അല്ലേ? 1 3 5 7 എന്നൊക്കെ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലത്തെ n എടുക്കുമ്പം അല്ലെ? എന്നിൻ്റെ വാല്യൂ പറയണേ. n 1 3 5 7 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വാല്യൂസ് ഇപ്പോൾ എഴുതിയാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് വാല്യൂസ് എഴുതുകയാണ്. 5 10 15 20 25 ഇരിക്കട്ടെ. ഒരു 5 നമ്പേഴ്സ് എടുത്ത് അപ്പോൾ എന്ത് വരും? ഇത് ഓഡാണോ ഈവൻ ആണോ n വരിക? ഇതിൻ്റെ n എത്രയാണ്? n എന്ന് പറയുന്നത് 5 ആണ്. അതെന്താണ്? ഓഡ് നമ്പർ ആണ് അല്ലേ? ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് n+1/2 എടുക്കാം അല്ലേ? n+1/2ൻ്റെ ഒബ്സർവേഷൻ എന്താണോ അതെടുക്കാം. ഇതിൽ n+1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? n 5 ആണ്. 5 + 1 6/2 3 ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം അല്ലേ? 1 3 5 7 വന്നാൽ അതിൻ്റെ അകത്ത് നടുവിൽ വരുന്ന വാല്യൂ അത് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഇപ്പം n+1/2 എടുത്താലും എന്ത് വരും? 6/2 വരും, 3 വരും അല്ലേ? മൂന്നാമത്തെ വാല്യൂ ഏതാണോ അതെടുക്കുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത്?
നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനിയും തന്നിരിക്കുന്ന ഒരു ഈവൻ നമ്പറാണ്. ഈ 25ൻ്റെ കൂടെ 30 കൂടെ വന്നെന്നിരിക്കട്ടെ. 30 കൂടെ വന്നാൽ എന്താകും? n/2th ഒബ്സർവേഷൻ്റെ കൂടെ n/2 + 1 അതിൻ്റെ ആ ഒബ്സർവേഷനും കൂടെ ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, n/2 ഒബ്സർവേഷൻ ഇതിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ ഒരു 2 കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു 2 ഡിവൈഡഡ് ബൈ 2 വരുന്നുണ്ട്. n/2 ഒബ്സർവേഷനും പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ. അതായത് നടുവിൽ വരുന്ന 2 വാല്യൂസിൻ്റെ സം എടുക്കുക എന്നാണ് പറയുന്നത് അല്ലേ. 15 + 20/2. അപ്പോൾ എത്ര വരും? ഇവിടെ 35/2 വരും. അപ്പോൾ എത്ര വരും? 17.5 എന്ന് കിട്ടും. അതായിരിക്കും അപ്പോൾ കിട്ടുന്ന വാല്യൂ. ഏത് വരുമ്പം 30 കൂടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ കേസ് എന്താ? ആദ്യത്തെ 5 നമ്പേഴ്സ്. ഇവിടെ n6 ആകുമ്പോഴത്തെ കേസാണ് പറഞ്ഞത്. നടുവിലത്തെ 2 നമ്പേഴ്സ് പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും എന്ത്? മീഡിയൻ കിട്ടുക. എപ്പോൾ? ഈവൻ നമ്പർ ആകുമ്പോൾ. ഓഡ് നമ്പർ ആകുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക? മീഡിയനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയും പറയാൻ പോകുന്നത് ഇക്വേഷനാണ്. ഇക്വേഷൻ എന്താണ്? മീഡിയൻ്റെ കേസ് വരുമ്പം നേരത്തെ എഴുതിയ ഇക്വേഷൻ, മീനിൻ്റെ കേസിൽ എഴുതിയ ഇക്വേഷനിൽ ആകെ എന്ത് മാറ്റം വരും? ഇവിടെ എക്സ് ബാറിന് പകരം എം വരും. എം എന്ന് വെച്ചാൽ എന്താണ്? മീഡിയൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മീഡിയൻ ആഡ് ചെയ്യുക. ഇനി ഇവിടെ എന്ത് വരും ഇക്വേഷനിൽ? സമ്മേഷൻ xi - എക്സ് ബാറിന് പകരം എന്താകും? എക്സ് ബാറിന് പകരം എം ആയിരിക്കും വരുന്നത്. കാരണം എന്താ? നമുക്ക് എബൌട്ട് മീഡിയനാണ് വേണ്ടത് അല്ലേ. അപ്പം എന്ത് ചെയ്യും? അവിടെ നമുക്ക് മീഡിയൻ്റെ എം ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പം എം കിട്ടി. ഇനി എന്ത് ചെയ്യുക? നേരത്തെ പോലെ തന്നെ ബോക്സ് വരയ്ക്കുക, നമ്പേഴ്സ് എഴുതുക. അവിടെ എന്തൊക്കെ എഴുതണം? xi വാല്യൂസ് എഴുതണം, xi - m എഴുതണം. എക്സിന് പകരം എന്താകും? എം എഴുതണം. പിന്നെ അതിൻ്റെ മോഡ് എഴുതുക അല്ലേ. xi - m-ൻ്റെ മോഡ് കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയൊക്കെ വരും? 5, 10, 15, 20, 25. ഞാൻ ആ 5 നമ്പേഴ്സിൻ്റെ തന്നെ എഴുതുകയാണ്. n5 വരുന്നത്. ഇത് എഴുതുന്നില്ല. ബാക്കി ഈ 5, 10, 15, 20, 25 വരെ വരുന്ന n = 5 വരുന്നത് എഴുതുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? എം ഞാൻ 15 എടുക്കുന്നുള്ളൂ. n6 ആകുമ്പോഴാണ് എന്ത് വരിക? 17.5. അത് 30 കൂടെ വരുന്ന കേസിലാണ്. ഇവിടെ നമുക്ക് 15 തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 5 - 15 വരും. അപ്പോൾ എന്ത് വരും? -10. അതെന്താകും? 10 ആകും. ഇനി 10 - 15 എന്ത് വരും? -5. അത് 5 ആയിട്ട് മാറും. 15 - 15 0. ഇത് 0 ആയി പോകും. 20 - 15 എന്ത് വരും? 5 വരും. 5 തന്നെ. 25 - 15 10 വരും. ഇവിടെയും 10 വരും അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ സമേഷൻ വേണം അല്ലേ. ഇതിൻ്റെ സമേഷൻ അല്ലേ. അത് എത്രയായിരിക്കും വരിക? സം എടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 10 + 10 20 + 10 30 കിട്ടും അല്ലേ. അവിടെ നമുക്ക് കിട്ടുക 30 ആയിരിക്കും. ഇനി അതെന്ത് ചെയ്യുക? നമുക്ക് m ബ്രാക്കറ്റിൽ അല്ലേ. എന്താണത് പറഞ്ഞേക്കുന്നത്? മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ അല്ലേ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. അത് എത്ര കിട്ടും നമുക്ക്? സമേഷൻ xi - m-ൻ്റെ മോഡ് എടുക്കുക ഡിവൈഡഡ് ബൈ n ആണ്. അത് എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്? ഇവിടെ നമുക്ക് 30 കിട്ടി. 30/5 ആയിരുന്നു n. അപ്പോൾ എത്ര വരും? ആൻസർ 6 കിട്ടും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ് പ്രോബ്ലം ചെയ്തു തന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് തരുന്ന വാല്യൂസിൽ ഈ 5 ഒന്നും ആയിരിക്കില്ല. ഒരു 10 അല്ലെങ്കിൽ 12 വാല്യൂസിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഒരിക്കലും ഇതുപോലെ ഈ 5, 4 അങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ഇട്ട് n-ൻ്റെ വാല്യൂസ് ഇട്ട് ചെയ്യാനുള്ളതൊക്കെ റെയറായിട്ട് വല്ലതും വന്നെങ്കിലേ ഉള്ളൂ. കൂടുതലും ഒരു 10 നമ്പേഴ്സ് n ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ ഒരു 15 ഒക്കെ റേഞ്ചിലൊക്കെ വരുന്ന പോലെ ആയിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത് വെച്ചിട്ടുള്ളത് മീനും മീഡിയനും വെച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് എന്ത്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളത്. അപ്പം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? മീൻ വേണം അല്ലേ. എക്സ് ബാർ വേണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത്
എക്സ് ബാർ വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? നമുക്ക് അടുത്ത ഇക്വേഷൻ വേണം അല്ലേ? ആദ്യമേ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാകും അല്ലേ? ഇതിൽ നോക്കിയേ, നമുക്ക് കുറച്ച് വാല്യൂസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളതിൽ കുറച്ച് വാല്യൂസ് തന്ന ഏതാ? ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമാണ്. 4, 7, 8, 9, 10, 12, 13, 17. അതിൻ്റെ എൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എൻ എങ്ങനെ കിട്ടും? എൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എണ്ണി എടുത്താൽ മതി. എത്ര വാല്യൂസ്, ഒബ്സർവേഷൻസ് എത്ര എണ്ണം ഉണ്ടെന്നല്ലേ? എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. മൊത്തം 8 എണ്ണമാണ് എന് വരുന്നത്. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 എണ്ണമാണ് വരുന്നത്. ഇനി അടുത്ത എന്ത് വേണം നമുക്ക്? സമേഷൻ എക്സ് ഐ അല്ലേ? സമേഷൻ എക്സ് ഐ എന്നുള്ളത് എങ്ങനെ കിട്ടും? നമ്മൾ എല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ബാർ എന്ന് എഴുതി പോകാം അല്ലേ? ബൈ എൻ. അങ്ങനെയെങ്കിൽ സമേഷൻ എക്സ് ഐ എന്ത് വരും? 4 + 7 + 8 + 9 + 10 + 12 + 13 + 17 ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ പറഞ്ഞേ? 8 അല്ലേ? 8 ചെയ്യാമല്ലോ. ഇത് ചെയ്യുക. ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിന് ആൻസർ എത്ര കിട്ടും? ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ ഇവിടെ 80 കിട്ടും. 80/8 10 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന മീൻ വാല്യൂ. അടുത്തത് എന്ത് വേണം? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ വേണം അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. xi - x ബാർ ഡിവൈഡഡ് ബൈ n ആണ് വേണ്ടത്. ഇതിന് വാല്യൂസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ബോക്സ് ഒക്കെ വരച്ചിട്ട് വാല്യൂസ് കണ്ടെത്തണം അല്ലേ? കണ്ടെത്താലോ? നമുക്ക് ബോക്സ് വരയ്ക്കാമല്ലോ. എന്തൊക്കെ വരണം അവിടെ? xi വാല്യൂസ് എഴുതണം, xi - x ബാർ വാല്യൂസ് എഴുതണം, പിന്നെ എന്തും വേണം? ഇതിൻ്റെ മോഡും വേണം അല്ലേ? ഇത്രയായിരിക്കും നമുക്ക് വേണ്ടിയതായിട്ട് വരുന്നത് അല്ലേ? അതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് എഴുതാമല്ലോ. എന്തൊക്കെയാണ് വരുന്നത്? 4, 7, 8, 9, 10, 12, 13, 17 അല്ലേ? വാല്യൂസ് എല്ലാം പറക്കി എഴുതി. ഇനി എന്ത് ചെയ്യുക? 4 - എത്ര ഇവിടെ നമുക്ക് കിട്ടിയത്? 10 ആണ്. അതെന്ത് വരും? -6. 7 - 10 ചെയ്യുക, -3. 8 - 10 ചെയ്യുക, എന്ത് വരും? -2 കിട്ടും. 9 - 10 ചെയ്യുക, -1 കിട്ടും. അടുത്തത് 10 - 10 0 ആയി പോകും. 12 - 10 2 കിട്ടും. 13 - 10 3 കിട്ടും. 17 - 10 7 കിട്ടും അല്ലേ? ഇതെല്ലാം എന്താകും? 6 3 2 1 0 2 3 7 എന്നും പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വരും? വാല്യൂസ് എഴുതാൻ പറ്റും അല്ലേ? കാരണം എന്താ? മോഡാണ് കണ്ടുപിടിച്ചത്. സോ മോഡ് കണ്ടുപിടിച്ചപ്പോൾ എന്തായി? നമുക്ക് ആ വാല്യൂസ് എഴുതാം. ഓക്കെ, നമ്മളിപ്പം മോഡ് കണ്ടുപിടിച്ചു, അത്രയും വാല്യൂസ് എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ സമ്മാണ് വേണ്ടത്. അതിൻ്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടും? ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം അല്ലേ? പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ എന്ത് കിട്ടും? 6 3 2 1 2 3 7 ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക? 6 3 9 1 10 12 12 10 20 22 2 24 കിട്ടും അല്ലേ? 24 ആയിരിക്കും കിട്ടുന്നത്. 24 നമുക്കിവിടെ n എത്രയായിരുന്നു? നമുക്ക് 8 ആയിരുന്നു അല്ലേ? സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ അല്ലേ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയത് എത്രയാണ്? 3 ആണ് കിട്ടുന്നത് അല്ലേ? ചെയ്യാൻ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? അത്യാവശ്യം എളുപ്പം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ഇത്രയും കാര്യം, ഈ ഒരു ബോക്സ് വരച്ച് എഴുതുന്ന കാര്യം ഇത് ഇത്ര ഓർത്ത് വെക്കുക. ഈ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് അല്ലേ? ആദ്യം xi ചെയ്തു, പിന്നെ xi - x ബാർ വേണം, അതിൻ്റെ മോഡ് വേണം. അത്രയും നമ്മൾ ബോക്സിൽ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 എന്ന ആൻസർ കിട്ടി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ വേറെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേനെ അല്ലേ?
ചിലപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചിലപ്പോൾ ഞാൻ ചെയ്ത് മുന്നേ ചെയ്തിട്ടുണ്ടാകും അല്ലേ, അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത പ്രോബ്ലം എന്ത് ചെയ്യുക, ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്ത് തീർത്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ച് എളുപ്പം അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് തന്നെയാണ്, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. സെയിം തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് വേണ്ടത് എന്താ, മീൻ എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ കണ്ടുപിടിച്ച് അതിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, എൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എൻ എത്രയാണ് വന്നേക്കുന്നത്, 1 2 3 4 5 6 7 8 9 10. എൻ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഫസ്റ്റ് തന്നെ ഞാൻ ആ ബോക്സ് വരച്ചങ്ങ് തുടങ്ങുകയാണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ മോഡ്. ഇവിടെ വാല്യൂസ് ഒക്കെ 38 70 48 40 42 55 63 46 54 44. ഇനി അടുത്ത ചെയ്യണമെങ്കിൽ എന്ത് വേണം, എക്സ് ബാർ കിട്ടണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കാം. മീൻ എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്ത് വരും, സമേഷൻ എക്സ് ഐ ബൈ എൻ ആണ്. എക്സ് ഐ എന്ന് പറയുന്നത് എന്ത് വരും, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക അല്ലേ. 38 പ്ലസ് 70 പ്ലസ് 48 പ്ലസ് 40 പ്ലസ് 42 പ്ലസ് 55 പ്ലസ് 63 പ്ലസ് 46 പ്ലസ് 54 44ഉം കൂടെ വരും അല്ലേ. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എത്ര ആണോ അത് ഡിവൈഡഡ് ബൈ എൻ ചെയ്യുക. ഇവിടെ എത്ര കിട്ടും, 500 കിട്ടും. 500 ബൈ 10 കിട്ടും. ആൻസർ എന്ത് വരും, 50 എന്നുള്ളതായിരിക്കും അവിടെ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ മൈനസ് ചെയ്യുക അല്ലേ. 38 മൈനസ് 50 ചെയ്യുക. അപ്പോൾ എത്ര വരും, -12. അത് മോഡ് എടുക്കുമ്പോൾ 12 ആകും. 70 മൈനസ് 50 എത്ര വരും, 70 മൈനസ് 50 20 കിട്ടും അല്ലേ. അത് 20 എടുത്തെഴുതി. 48 മൈനസ് 50 ആകുമ്പോൾ എന്ത് വരും, -2. അത് 2 ആകും. 40 മൈനസ് 50 മൈനസ് 10 ആകും. അതെന്താകും, 10. 42 മൈനസ് 50 മൈനസ് 8 ആകുന്നു. 55 മൈനസ് 50 5 തന്നെ. 63 മൈനസ് 50 എത്ര വരും, അവിടെ 13 വരും അല്ലേ, 13. 46 മൈനസ് 50 മൈനസ് 4 വരും, അത് 4 ആകും. അടുത്തത് 54 മൈനസ് 50 എന്നുള്ളത് 4 ആകും. അതിൻ്റെ ആൻസറും 4 കിട്ടും. 44 മൈനസ് 50 എന്നുള്ളത് -6, ആൻസർ 6 കിട്ടും അല്ലേ. ഇത്രയായിരിക്കും കിട്ടുന്നത് അല്ലേ. 12 20 2 10 8 5 13 4 4 6 കറക്റ്റ് അല്ലേ. ഇത്രയും കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഇക്വേഷൻ എഴുതണം. അതാ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അടുത്ത ഇക്വേഷൻ എന്താണ്, സമേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം അല്ലേ. സമേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നുള്ളത് സം ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ സം ചെയ്യുക. സം ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും, എത്രയാകും കിട്ടുക, 84 എന്നായിരിക്കും കിട്ടുക. 84. ഇവിടെ നമുക്ക് 10 വരും. അപ്പോൾ എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ 10 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് മാറ്റി എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും അല്ലേ. 8.4 എന്ന് ആൻസർ കിട്ടും അല്ലേ. ചെയ്യാൻ എളുപ്പമല്ലേ. ഫസ്റ്റ് n കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, എക്സ് ബാർ മീൻ കണ്ടുപിടിക്കണമായിരുന്നു. മീൻ കണ്ടുപിടിച്ചല്ലേ. സമേഷൻ എക്സ് ഐ ബൈ എൻ എന്നുള്ള ഇക്വേഷൻ എഴുതി. ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മീൻ കിട്ടി. അടുത്ത് എന്ത് വേണം, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളതായിരുന്നു കിട്ടേണ്ടത്. അതും കണ്ടുപിടിച്ചു അല്ലേ. അതെങ്ങനെ കിട്ടി, ബോക്സ് ഒക്കെ വരച്ച് ഇത്രയും ചെയ്തു വന്നപ്പോൾ നമുക്ക് ആ വാല്യൂസ് കിട്ടി. നിങ്ങൾ എഴുതി ഒത്തിരി പോകുന്നതിലും കുറച്ച് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സ് വരച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബോക്സ് വരച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കണ്ടൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതി വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ബ്രാക്കറ്റ് ഇട്ട് ചിലർ എഴുതി പോകാറുണ്ട്. അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ആൻസർ വരുമ്പോൾ ചിലപ്പോൾ ഡൗട്ട്സ് വരും. ഇതാകുമ്പോൾ എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് അല്ലേ. സോ എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ച് എഴുതി ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇതിലിപ്പം 3 കോളം വരച്ചാൽ മതി. അടുത്തത് വരുമ്പോഴത്തേക്ക് ഇനി വേറെ കോളംസ് വരയ്ക്കാൻ വരുന്നുണ്ട്. സോ ആ കോളം വരച്ച് തന്നെ ശീലിക്കുന്നതാണ് നല്ലത്.
അതിപ്പോൾ എല്ലാ പ്രോബ്ലംസിനും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് യൂസ്ഫുള്ളേ ആവത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ഇതുപോലെ കോളംസ് വരയ്ക്കുക, കോളംസ് വരച്ചിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ വീണ്ടും സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ഇതിൻ്റെ ബാക്കി പഠിക്കാനുണ്ട്. സോ അപ്പോഴും എന്ത് വേണം, ഈ ഒരു കോളം വരച്ചൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരും. സോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ കോളം വരച്ച് തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത പറയാം. അടുത്തത് ഇനിയും പറയാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഡേറ്റ. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ എന്തായിരുന്നു ചെയ്തത്, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അല്ലേ, ഇത്ര നേരം മീനാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് തന്നേക്കുന്നത് അല്ലേ. അതെന്ത് വരും, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എൻ കണ്ടുപിടിക്കണം. പക്ഷേ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, മീഡിയൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളിത് എഴുതി തന്നിരിക്കുന്ന ഓർഡർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് തന്നേക്കുന്നത് വാല്യൂസിൻ്റെ, അല്ലെ നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റ് ഓർഡറിലാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ അല്ലേ, അസെൻഡിങ് ഓർഡറിലേക്ക് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മീഡിയൻ എടുക്കാൻ പറ്റില്ല. മീഡിയൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞേ, സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആ നടുവിൽ വരുന്ന രണ്ട് വാല്യൂസിനെ പ്ലസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2, ഈ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിലേക്ക് മാറ്റണം. ചെക്ക് ചെയ്യുക ഓർഡർ ആണോ എന്ന്. ഓർഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓർഡറിലേക്ക് മാറ്റുക. ഇവിടെ ഏതാ വരിക, 10 ഉണ്ട് അല്ലേ, 10, 11, 2, 11 ഉണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ചില ഡൗട്ടാണ്, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് വീണ്ടും എഴുതണം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് പല വാല്യൂസ് ആണ് അല്ലെ, പല ടൈമിൽ. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പല ടൈമിൽ എടുത്തിട്ടുള്ള വാല്യൂസ് എന്നുള്ള രീതിക്കാണ് തന്നേക്കുന്നത്. സോ എന്ത് വരും, ആ വാല്യൂസിനെ എല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആണെങ്കിലും അത് എടുത്ത് എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 11 എഴുതിയാൽ പോരാ, ഇത് രണ്ടും എഴുതണം. ഓക്കെ, 10, 11, 12, 13, 2 ഉണ്ട്, 14 ഉണ്ട്, 15 ഇല്ല, 16 2 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട് അല്ലേ, 17 2 ഉണ്ട്. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂസ്. ഇനി ഇത് ഇത്രയും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത്. ഇപ്പം എത്ര, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഉണ്ട്. ആ 12 ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ വന്നൊന്നും കൂടെ ചെക്ക് ചെയ്യുക. 2, 4, 6, 8, 10, 12 അതുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ എഴുതി പോകുമ്പം ഈ അസെൻഡിങ് ഓർഡറൊക്കെ എഴുതി വരുമ്പം ചിലർക്ക് അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ എഴുതി വന്നപ്പോൾ ചിലർക്ക് ഡൗട്ട് വരും, എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ അത്ര എണ്ണം ഉണ്ടോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആ വാല്യൂസ് ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അത്രയും വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഇവിടുത്തെ n എത്രയാണ്, 12 ആണ്. മീഡിയൻ കിട്ടണം, ഇവിടെ പറഞ്ഞേക്കുന്ന എത്ര, 12 ആണ് അല്ലേ. 12 നമ്പേഴ്സ് വരുമ്പം ഇതിൻ്റെ മീഡിയൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, n/2 പ്ലസ് n+1/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള വാല്യൂ ചെയ്യണം. അപ്പോഴല്ലേ മീഡിയൻ കിട്ടുള്ളൂ. n/2 എന്ത് വരും, 12/2. ഇതിൻ്റെ ഒബ്സർവേഷൻ വരുന്നതാണ് അല്ലേ. എന്ത് വരും, 12 ഇത്രയും ഒബ്സർവേഷൻ. അപ്പോഴാണ് ആൻസർ കിട്ടുകയുള്ളൂ. n/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 12/2 പ്ലസ് ഇവിടെ 12 + 1/2 വരും അല്ലേ. 12 + 1/2 എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും, ഇവിടെ ഇപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്, 6th 7th വരും അല്ലേ. രണ്ട് ഒബ്സർവേഷൻസ് വരുന്ന ഏതൊക്കെയായിരിക്കും, 6th and 7th വരും അല്ലേ. അപ്പോൾ എന്ത് വരും, n+1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്ര, n/2 വരുന്ന 6 ആയിരിക്കും, ആറാമത്തേത്. 1, 2, 3, 4, 5, 6, 13 കിട്ടും അല്ലേ. 6th എന്ന് പറയുമ്പോൾ എന്ത് വരും, 13 കിട്ടും. പ്ലസ് 7th എന്നുള്ളതായിരിക്കും, 7/2. അപ്പോൾ എന്ത് വരും, 7th എന്നുള്ളത് 14 വരും അല്ലേ. 14/2 അപ്പോൾ എത്ര വരും, 27/2 കിട്ടും. ആൻസർ അപ്പം 13.5 എന്ന് കിട്ടും. ആൻസർ 13.5 ആയിരിക്കും കിട്ടുന്നത്. ഏത്, മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ.
n/2 ഒബ്സർവേഷൻ ഏതാണ് വരിക? 12/2 ആറാമത്തേത് വരും അല്ലേ. അതുപോലെ n+1/2 എന്ന് പറയുമ്പോൾ 12+1/2 അതെന്ത് വരും? അടുത്തത് നേരെ അടുത്തത് ഏതാണോ അത് വരും അല്ലേ. n/2ഉം n+1/2ഉം വരും. അതായത് n+1/2 വരുമ്പോഴത്തേക്ക് അവിടെ എത്ര വരിക? 13/2 എന്നാണ് വരിക. ആ 13/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ നമുക്ക് കിട്ടുന്നത്? 6 പോയിന്റ് സംതിങ് ആണ് അല്ലേ. 7 കിട്ടില്ല, കാരണം 14 ആണെങ്കിലേ 7 കിട്ടും. പക്ഷെ എന്താ 6ന്റെ മുകളിലേക്കുള്ളൊരു വാല്യൂ വരുന്നത്. സോ എന്തെടുക്കുക? ഇതിൻ്റെ അടുത്ത വാല്യൂ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. സോ എന്താകും അത്? 6th 7th കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട എന്താ? MD ഓഫ് M ഇക്വേഷൻ സമേഷൻ xi മൈനസ് എം ഡിവൈഡഡ് ബൈ n അല്ലേ. നമ്മൾ നേരത്തെ ഇത്ര നേരം ചെയ്തു വന്നപ്പോഴത്തേക്കും മീഡിയൻ്റെ ഇക്വേഷൻസ് എഴുതി. ആ മീഡിയൻ്റെ ഇക്വേഷൻസ് എഴുതിയപ്പം അതെന്താണോ കിട്ടിയത്, ആ മീഡിയൻ്റെ ഇക്വേഷൻസിൽ എന്ത് കിട്ടിയോ അല്ലേ. മീനിൻ്റെ ഇക്വേഷനിൽ വന്നതിൽ നിന്ന് എന്തുമാത്രം മാറ്റം വരുത്തി? മീൻ എന്നുള്ളത് മാറ്റിയിട്ട് മീഡിയൻ എന്നൊരു ചേഞ്ച് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? നമ്മളിതെല്ലാം എന്ത് ചെയ്യുക? ബോക്സ് വരയ്ക്കുക. xiക്ക് ഒരു ബോക്സ് വരയ്ക്കുക. xi മൈനസ് എമ്മിനൊരു ബോക്സ് വരയ്ക്കുക. xi മൈനസ് എമ്മിൻ്റെ മൂഡിനൊരു ബോക്സ് വരയ്ക്കുക. അപ്പം എന്ത് വരും ഇവിടെ? നമുക്ക് ഈ വാല്യൂസ് പറക്കി എഴുതാമല്ലോ. 10, 11, 11, 12, 13, 13, 14, 16, 16, 17, 17, 18. ഓക്കെ, വാല്യൂസ് ഓക്കെ അല്ലേ? 10, 11, 11, 12, 13, 13, 14, 16, 16, 17, 17, 18 ഇത്രയുമാണ്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഈ 13.5 എന്നുള്ളത് മൈനസ് ചെയ്യുക. 10 മൈനസ് 13.5, 11 മൈനസ് 13.5 ഇതെല്ലാം ചെയ്ത് കിട്ടുന്ന ആൻസർ ഇവിടെ എത്ര വരും? 3.5. ഇതിൽ 2.5, 1.5, 0.5 മൈനസ്, ഇതെല്ലാം മൈനസ് വാല്യൂസ് ആയിരിക്കും വരുന്നത് അല്ലേ. 10 മൈനസ് ഒക്കെ മൈനസ് വരും. ഇവിടെ തൊട്ട് എന്ത് വരും? 0.5, 2.5, 2.5 എത്ര വരും? 3.5, 3.5, 4.5 എന്ന് കിട്ടും. ഇതെല്ലാം എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് മാറ്റിയിട്ട് എഴുതുക. 3.5, 2.5, 1.5, 0.5, 0.5, 0.5, 2.5, 2.5, 3.5, 3.5 ആൻഡ് 4.5 അല്ലേ. ആൻസർ ഇതുപോലെ കുറേ പോയിന്റ് വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? അതിൻ്റെ സം വേണം. ആ ലാസ്റ്റ് വന്ന വാല്യൂസിൻ്റെ എല്ലാം കൂടെ സമ്മ് കൂട്ടുക. സമ്മ് കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ എത്ര ആയിരിക്കും വരിക? ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോഴത്തേക്ക് ആൻസർ എന്ത് വരും? ഇതിൻ്റെ എല്ലാം ആൻസർ 28 എന്ന് കിട്ടും. 28 ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 28 കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ n എത്ര ആണെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ n എത്രയാണ്? 12 ആണ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് 2.33 എന്നൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. 2.33 എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ, എന്ത് ചെയ്തു? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചെയ്തത്. അപ്പോൾ എന്ത് വന്നു? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ അതിൻ്റെ അകത്ത് n കിട്ടി അറേഞ്ച് ചെയ്ത് ഓർഡറിലാക്കി അല്ലേ. തന്നിരിക്കുന്ന വാല്യൂസ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓർഡറിലല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ഓർഡറിലേക്ക് ആക്കണം. അപ്പോൾ ഓർഡറിലേക്ക് ആക്കിയപ്പോൾ എന്ത് വന്നു? 10 തൊട്ട് ഇങ്ങനെ എഴുതി നമ്പേഴ്സ് ഓർഡറിൽ എഴുതി, അസെൻഡിങ് ഓർഡറിൽ എഴുതിയെടുത്തു. അതിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? നടുവിലെ 2 വാല്യൂസ്. കാരണം n12 ഓഡ് ഇവൻ വരുമ്പോഴത്തേക്ക് ഓഡ് നമ്പർ ആണെങ്കിൽ നടുവിലത്തെ വാല്യൂ എടുക്കുക അല്ലേ. n+1/2 എന്നുള്ളത് എടുത്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ എന്ത് വന്നു? n/2. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും n+1/2 എടുത്ത് അതുപോലെ n/2 എടുത്തു. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ബൈ 2 ആണ് അല്ലേ. ആവറേജ് എടുത്തു. ആവറേജ് എടുത്തപ്പോൾ നമുക്ക് 13.5 കിട്ടി. 13.5 എന്ന് പറഞ്ഞ് കിട്ടിയത് എന്തായിരുന്നു? മീഡിയൻ ആണ്. സോ ആ മീഡിയൻ എന്ത് ചെയ്യണം? ഇതുപോലെ കോളം വരച്ച് അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ മോഡ് വാല്യൂസ് കിട്ടും അല്ലേ. xi മൈനസ് എമ്മിൻ്റെ മോഡ് വാല്യൂസിലെത്താം. എത്തിയിട്ട് എന്ത് ചെയ്തു? അതെല്ലാം കൂടെ സം ചെയ്തെടുത്തു. അപ്പോൾ ആൻസർ 28 കിട്ടി. n12 ആണെന്ന് അറിയാം. സോ 12 നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എന്ത് വന്നു, 28/12 എന്നുള്ളത് 2.33 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചൊരു അടുത്തൊരു പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം ചെയ്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. Mean deviation about the median for the data 36, 72, 46, 42, 60, 45, 53, 46, 51, 49. അതെന്താ പറഞ്ഞേക്കുന്നത്? ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പം ചെയ്ത സെയിം തന്നെ ക്വസ്റ്റ്യൻ ആണ്, അതിനെന്ത് വന്നിട്ടുണ്ട്, കുറച്ച് വാല്യൂസ് മാത്രം മാറ്റം വന്നിട്ടുണ്ട്. ചെയ്യാലോ, എളുപ്പമല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യണം, അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലേ. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം, കാരണം എന്താണ്, മീഡിയൻ ആണ് കിട്ടേണ്ടത്. സോ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിൻ്റെ നടുവിലത്തെ വാല്യൂ അല്ലെ മീഡിയൻ കണ്ടുപിടിക്കണം. സോ ഇവിടെ എത്ര നമ്പേഴ്സ് തന്നേക്കുന്നത്, 10 എണ്ണമാണ് ടോട്ടൽ തന്നേക്കുന്നത് അല്ലേ. 10 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും സെൻറ്ററിൽ വരിക, 5ാമത്തെയും 6ാമത്തെയും വാല്യൂസ് വരുന്നത് എന്തായിരിക്കും, അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് ആയിരിക്കും അല്ലേ. അസെൻഡിങ് ഓർഡറിൽ എഴുതുക. തുടങ്ങുന്നപ്പോൾ എത്ര, 36 തുടങ്ങി 42, 46, 45 ഉണ്ട്, 45, 46, 46, 49, 51, 53, 60, 72. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മൊത്തം 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പം എന്ത് ചെയ്തു, ആ 10 നമ്പേഴ്സും ഓർഡറിലാക്കി, അതെല്ലാം ആ ഓർഡറിൽ തന്നെയാണോ എന്ന് നോക്കി, റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഉള്ളതൊക്കെ എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് തന്നെ എഴുതി, വാല്യൂസ് എല്ലാം എഴുതി. ഇതിനകത്തെ 10 എണ്ണം വരുന്നു അല്ലേ. n എന്ന് പറയുന്നത് 10 ആന്ന് പറഞ്ഞു. സോ മീഡിയൻ എന്ത് വരും, നടുവിലത്തെ 2 വാല്യൂസ് എടുക്കുക അല്ലേ, n/2 n+1/2 നമ്പേഴ്സും എടുക്കുക. ആ 2 നമ്പേഴ്സിൻ്റെ സം ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇവിടെ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വരുമ്പോഴത്തേക്കും 5, 6 അല്ലേ, 1, 2, 3, 4, 5, 6. ഇവിടെ 4 നമ്പേഴ്സ് ബാക്കി, അവിടെ 4 നമ്പേഴ്സ് ബാക്കിയുണ്ട്. സോ എന്ത് ചെയ്യുക, 46 + 49 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതായിരിക്കും എന്ത് നമ്മുടെ ചെയ്യേണ്ട ആൻസർ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, മൊത്തം 9, 6, 15, 95/2 കിട്ടും. ആൻസർ 47.5 എന്ന് കിട്ടും അല്ലേ. ആൻസർ 47.5 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക. xi മൈനസ് എമ്മിൻ്റെ മോഡ് കണ്ടുപിടിക്കാമല്ലോ. എത്ര വരും, 36, 42, 45, 46, 49, 51, 53, 60, 72 അല്ലേ. ഇത്ര വരെ ആയിരിക്കും നമ്പേഴ്സ് വരും. ഇനി എന്ത് ചെയ്യുക, അതിൽ നിന്ന് വാല്യൂസ് മൈനസ് ചെയ്യുക. 36 മൈനസ് 47.5 വരും. 42 മൈനസ് 47.5 ഇതെത്ര വരും, 36 മൈനസ് ആകുമ്പോഴത്തേക്കും അവിടെ 4, 4, 7, 11, 11.5 വരും. ഇവിടെ എത്ര വരും, 42 നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 5.5 കിട്ടും. മൈനസ് ആണ്, ഇവിടെ -2.5 കിട്ടും, -1.5 കിട്ടും. 49 വന്നപ്പോഴത്തേക്ക് എന്താ വന്നത്, +1.5 വരും. 51 ആയപ്പോഴത്തേക്ക് എന്ത് വരും, രണ്ടും കൂടെ കൂടി അല്ലേ, 3.5 അല്ലേ. 3 അല്ലല്ലോ, 4.5 കിട്ടുമായിരിക്കും അല്ല, 3.5 തന്നെയാണ്. 3.5, 53 ആയപ്പോഴത്തേക്കും 5.5 +7 ആയപ്പോൾ എന്ത് വന്നു, 7, 5 ഇപ്പം 12.5. ഇവിടെ വന്നപ്പോൾ 72 ആയപ്പോഴത്തേക്കും എന്തായി, 24.5 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാം മോഡാക്കി എഴുതുക അല്ലേ. 5.5, 2.5, 1.5, 1.5, 1.5, 3.5, 5.5, 12.5, 24.5. ഇങ്ങനെയായിരിക്കും വാല്യൂസ് കിട്ടുക അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, xi കണ്ടുപിടിച്ചു അല്ലേ. xi ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി.
അതിൽ നിന്ന് ഇനി xi മൈനസ് എം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, മീഡിയൻ കണ്ടുപിടിച്ച മീഡിയൻ്റെ വാല്യൂസ് എന്ത് ചെയ്തു, ഈ xi വാല്യൂവിൽ നിന്ന് കുറച്ചപ്പോൾ നമുക്കത് xi മൈനസ് എമ്മിൻ്റെ വാല്യൂ കിട്ടിയുള്ളൂ. സോ നമ്മളതിൻ്റെ മോഡ് എടുത്തപ്പോൾ നമുക്ക് അടുത്ത വാല്യൂസ് കിട്ടിയല്ലേ. കിട്ടിയ വാല്യൂസിനെ എല്ലാം കൂടെ എന്ത് ചെയ്തു, നമ്മളിനി സം ചെയ്യാൻ പോവുക അല്ലേ. ഇക്വേഷൻ നമുക്ക് എന്താ വരണേ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഇക്വേഷൻ എന്ത് വരും, സമേഷൻ xi മൈനസ് എം ഡിവൈഡഡ് ബൈ n ആണ് വരുന്നത് അല്ലേ. ഇവിടെ എല്ലാം n വരാനുള്ള ചാൻസ് എന്തായിരുന്നു, നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എടുക്കാൻ പറ്റൂ, കാരണം കുറച്ച് ഒബ്സർവേഷൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ n എന്ന് തന്നെ എടുത്തു. പക്ഷേ അത് ഈ ഒരു കേസ് മാറിയിട്ട് അടുത്ത കേസുകൾ വരുമ്പോഴത്തേക്ക് ഈ n എന്നുള്ളത് മാറും. സോ എന്ത് ചെയ്യുക, ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ അടുത്ത ഒരു ഇതെടുക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ഇത്രയും പഠിച്ചു വെക്കുക. ഇനി ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടുക, xi മൈനസ് എം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ സം ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ നമുക്ക് കിട്ടുന്നത് 70 എന്നായിരിക്കും കിട്ടുക. 70 ബൈ 10 ആയിരിക്കും ആൻസർ. എന്ത് വരും, 7. നമ്മൾ ചെയ്തു വരുമ്പോൾ 70 സം ചെയ്യുമ്പോൾ കിട്ടുന്നത് 70 ആയിരിക്കും. 70 ബൈ 10 ചെയ്യുമ്പം 7 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഇതിപ്പോൾ പറഞ്ഞത് ആകെ 2 കാര്യങ്ങൾ മാത്രം. എന്തൊക്കെയാണ്, ഒരു പ്രോബ്ലത്തിനാണ് അല്ലേ ഇൻഡിവിജ്വൽ ഡേറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഇട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ മീഡിയൻ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടതുള്ളൂ, നിങ്ങളത് അറേഞ്ച് ചെയ്തിട്ട് എഴുതേണ്ടത് അല്ലേ. മീഡിയൻ വരുമ്പോൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തിട്ട് എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആകുമോ, നിങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ, ഈ നമ്പേഴ്സ് നേരത്തെ തന്ന പോലെ ചെയ്തു, പക്ഷെ അതിലെ മീഡിയൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മീഡിയൻ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതെടുക്കും, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1645 വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പോകും. ആ 1645 വെച്ച് ചെയ്യുമ്പോൾ എന്താകും, 105/2 എന്നായിരിക്കും ആൻസർ വരുന്നത് അല്ലേ. അപ്പം ആൻസർ എന്ത് വരും, ഇവിടെ 52.5 എന്ന് കിട്ടും. ആ 52.5 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, 52.5 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ മീഡിയൻ കറക്റ്റ് ആകുമോ, ആവില്ല. കാരണം എന്താ, നമുക്ക് മീഡിയൻ എടുക്കണമെങ്കിൽ അത് അറേഞ്ച് ചെയ്തിട്ട്, അത് മീനിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ മീഡിയൻ്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മാത്രം ഓർത്തിരിക്കുക. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ. എന്നിട്ട് ഇപ്പോൾ അടുത്തത് ഗ്രൂപ്പ്ഡ് ഡേറ്റാസ് വരുമ്പോഴത്തേക്കുള്ളത് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അൺഗ്രൂപ്പ്ഡ് ആയിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നും, അതുപോലെ ഗ്രൂപ്പ്ഡ് ഡേറ്റാസ് വിത്ത് ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും അതും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കേണ്ടതാണ്. സോ എന്ത് ചെയ്യണം, ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നല്ല ക്ലിയർ ആയിട്ട്, കാരണം എല്ലാം കൂടെ ഡൗട്ട് വന്നിട്ട് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി ഇതിപ്പോൾ തന്നെ പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് വരിക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.